സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ബഹുമാന്യനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെയും കൂടെ ക്ഷണിച്ചാൽ മാത്രമേ മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കൂ എന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബകാര്യമല്ല, ഇത് കേരളത്തിൻ്റെ പൊതുകാര്യമാണ്. കേരളത്തിൻ്റെ പൊതുകാര്യത്തിന് നേതൃത്വം നൽകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി റിയാസിനെയും കൂടെ ക്ഷണിക്കണമെന്ന് അദ്ദേഹം PMOയിൽ നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ റിയാസും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് വേദിയിലെത്താൻ പറ്റൂ എന്ന് അദ്ദേഹം നേരത്തെ PMOയിൽ അറിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ PMO അത് കൺസിഡർ ചെയ്യുമായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ടതാണ്. അത് കേരളത്തിൻ്റെ ഒരു പ്രൈഡാണ്. കാരണം ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ ജനതയുടെയും ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. അതിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ് വേണ്ടത്. അവരുടെ കുടുംബ പ്രശ്നമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ബഹിഷ്കരിച്ചാൽ ഏതൊരു സംശയവും വേണ്ട, കേരളത്തിൻ്റെ വികസന പദ്ധതികൾ ഇത്തരത്തിലുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞ് ബഹിഷ്കരിച്ചാൽ നിങ്ങളെ ഈ ഇടതുപക്ഷ സർക്കാരിനെ, ഈ പിണറായി വിജയൻ സർക്കാരിനെ കേരളം ബഹിഷ്കരിക്കുന്ന നാളുകളാണ് വരാൻ പോകുന്നത് എന്ന് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. ദേശീയപാത ഇവിടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ പാതയല്ലല്ലോ. അതിനല്ലേ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ എല്ലാവരെയും ക്ഷണിക്കണമെന്ന് ഏത് പ്രോട്ടോക്കോളാണ്? മുഖ്യമന്ത്രിയുടെ വീട്ടിലുള്ള എല്ലാവരെയും ക്ഷണിക്കണോ? കേരളത്തിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിലെ എല്ലാ മന്ത്രിമാരെയും ക്ഷണിക്കണം എന്നൊക്കെ വാശി പിടിക്കാൻ അത് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണോ കേരളം ഭരിക്കുന്നത്? മുഖ്യമന്ത്രിയല്ലേ? മുഖ്യമന്ത്രിയേക്കാൾ വലിയ ആളാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇനി മുഖ്യമന്ത്രി അങ്ങനെ കരുതുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. റിയാസ് പറയുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വേദിയിൽ ഇടമുണ്ട്, പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഇടമില്ല എന്നതാണ് BJP തികച്ചും രാഷ്ട്രീയമായിട്ടാണ്. റിയാസ് അദ്ദേഹത്തിന്റെ അമ്മായിയപ്പനോട് പറഞ്ഞോട്ടെ, ഞങ്ങളോടൊന്നും പറയണ്ട. ഇത് ഈ പ്രധാനമന്ത്രിയുടെ പരിപാടികൾക്ക് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ പ്രകാരം പരിപാടി വന്നിട്ടുണ്ടാവും. ആ പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കണം. ഇനി റിയാസും കൂടെ ഉണ്ടെങ്കിലേ പങ്കെടുക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. അല്ല, അതിന് ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. PMOയുടെ പ്രോട്ടോകോൾ PMO പാലിക്കും. ഒരു ക്യാബിനറ്റ് മന്ത്രി വരുന്ന സമയത്തുള്ള പ്രോട്ടോകോൾ അതിൻ്റെ ആ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് പാലിക്കും. ഇത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. ഇതിലപ്പുറം വേറൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.